ഹേയ് ഗേയ്സ്, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. മോർണിംഗ് 5:30 AM. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനാണ് കേട്ടോ, കോയമ്പത്തൂർക്കുള്ള എക്സ്പ്രസ്. അങ്ങനെ 7:30 ആയപ്പോൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. അങ്ങനെ നേരെ പോയത് ആര്യസിലേക്കാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ഷോപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് തമിഴ്നാട്ടിൽ പോകുന്നത് ആണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് പറ്റുന്ന ടേസ്റ്റ് ആയിരിക്കില്ല എന്നാണ് വിചാരിച്ചു. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അതിന് ചട്നി സാമ്പാറും അതൊക്കെ ഇഷ്ടം ഇവർ സെർവ് ചെയ്യുന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടെന്നതിന് ശേഷം ഞാൻ മസാല ദോശ കഴിച്ചു. അങ്ങനെ തമിഴ്നാട്ടിലെ ഫിൽറ്റർ കോഫി നല്ല ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതും കൂടെ ഒന്ന് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങി, ബസ് സ്റ്റാൻഡിൽ പോയി. നല്ല മോർണിംഗ് വൈബായിരുന്നു കേട്ടോ അവിടെ. അതിനുശേഷം ഞങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ ബസ്സിലാണ് പോയത്. പക്ഷെ ബസ്സിൽ അവർ ചാർജ് ചെയ്യുന്നില്ല ലേഡീസിന്. തമിഴ്നാട്ടിൽ അങ്ങനെയാണെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ ഉക്കടം മാർക്കറ്റിലാണ് കേട്ടോ പോയത്. അവിടെ 8:30 ആകുമ്പോഴേക്ക് എത്തി. കുറച്ച് പർച്ചേസിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പോയത്. പക്ഷെ 8:30 ആകുമ്പോഴേക്കൊന്നും മാർക്കറ്റ് ഓൺ ആയിരുന്നില്ല. 10 മണി 10:30 ആ ടൈമിലാണ് എല്ലാവരും ഓപ്പൺ ആവുക എന്നാണ് പറഞ്ഞ ഷോപ്പുകളെല്ലാം. അപ്പോൾ കുറച്ച് അവിടെ കറങ്ങിയൊക്കെ നടന്നു. ഈ മാർക്കറ്റിന് നടുവിലായിട്ടൊരു ദർഗ ഉണ്ട് കേട്ടോ. അങ്ങനെ കച്ചവടക്കാർ ഓരോരുത്തരായിട്ട് സെയിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഈ ബാഗുകൾക്കൊക്കെ ഓരോന്നും ഓരോ റേറ്റ് ആട്ടോ. നല്ല ലാഭമുള്ള റേറ്റൊക്കെ തന്നെയാണ്. ഓരോന്നിനും ഓരോ റേറ്റാണ്. മോർണിംഗ് വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ. ഇവിടെ ഷോപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ കോലൊക്കെ വരയ്ക്കുന്നു. അങ്ങനെ ഷോപ്പുകളൊക്കെ ഓപ്പണായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഷോപ്പുകളിലേക്കൊക്കെ കയറാൻ തുടങ്ങി.
അങ്ങനെ പാർലറിലേക്ക് വേണ്ട തിങ്സുകളും കോസ്മെറ്റിക്സൊക്കെ വാങ്ങി ഞങ്ങൾ. അങ്ങനെ ഒരു ഷേക്കൊക്കെ കുടിച്ചു. സ്നിക്കറിൻ്റെ ഷേക്കായിരുന്നു, അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഷോപ്പിംഗ് മോളിലേക്കാണ് പോയത്, ബ്രൂക്ക് ഫീൽഡ്സ്. ആ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.